പ്രതിസന്ധികളിൽ, എന്റെ പ്രോബ്ലംസിൽ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഒരു മകൻ ഒരു അമ്മയോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, എപ്പോഴും അമ്മ എനിക്കിങ്ങനെ കൊച്ചുകാലത്ത് അധികം വലിയ പ്രതിസന്ധികളോ പ്രോബ്ലംസോ ഒന്നും ലൈഫിൽ കാണുന്നില്ല. അപ്പോൾ അവൻ അവൻ്റെ അമ്മയോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് സ്കൂളിൽ നടക്കുന്നതൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മ പറയുമായിരുന്നു, നിന്റെ ദൈവം നിന്നെ കാത്തോളുമെന്ന്. അപ്പോൾ പിന്നെ അത് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഒരു ചെറിയ പ്രായത്തിൽ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രോബ്ലംസിന്റെ ഇന്റൻസിറ്റി അവർക്ക് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയുടെ ഉത്തരം ഒന്ന് തന്നെയാണ്, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിന്റെ ദൈവം തന്നെയാണ് കാത്തോളുമെന്ന്. കുറച്ചുകൂടെ വലുതായപ്പോഴത്തേക്കും അവരുടെ പ്രോബ്ലംസിന്റെ കൂടുതൽ കാര്യമായപ്പോൾ അമ്മയുടെ മറുപടി ഇത് തന്നെയായിരുന്നു. അവരുടെ ദേഷ്യം വന്നു, ഇത്രയും മില്യൻസ് ഓഫ് ആളുകളുടെ പ്രോബ്ലംസ് ആണ്, പ്രയാസങ്ങളുമാണ്, എല്ലാവരെയും നോക്കാൻ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ഈ കർത്താവിന് സാധിക്കുമോ? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ദൈവം വിശ്വസ്തനാണ്, നല്ലവനാണ്, പക്ഷെ എന്റെ ചെറിയ പ്രയാസങ്ങളിൽ എപ്പോഴും എന്റെ കൂടെ ഇരുന്ന് അത് മനസ്സിലാക്കി തന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദൈവത്തിന് സാധിക്കുന്നു. അവന് ഭയങ്കരമായിട്ടൊരു സംശയം തോന്നി. അവൻ അമ്മയോട് ഇങ്ങനെ ശരിക്കും അത്ര കുറച്ച് സന്തോഷകരമല്ലാതെ സംസാരിച്ച് അവനൊന്ന് ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുകയാണ്. രാത്രിയിൽ കാണുന്ന ആ ചന്ദ്രൻ അവന്റെ കൂടെ ഒപ്പം നടക്കുന്നതായിട്ട്, അങ്ങോട്ട് നടക്കുമ്പോൾ കൂടെയായിട്ട് തോന്നുന്നു, ഇങ്ങോട്ട് നടക്കുമ്പോൾ കൂടെയായിട്ട് തോന്നുന്നു. അപ്പോൾ അവന് മനസ്സിലൊരു ചിന്ത വരികയാണ്, ഒരു 10,000 പേര് ഇരുന്ന് അവിടെ ആ ഒരു കടൽ തീരത്തുണ്ടെങ്കിൽ 10,000 പേരും ആ മൂടിനെ നോക്കിയാൽ മൂട് അവന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അവന് ആ ഒരു ഫിനോമിനൻ, ചിലപ്പോൾ നമുക്ക് കണ്ണിന് കാണാത്തതോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഫിനോമിനായിരിക്കാം കർത്താവ് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അത് നമ്മുടെ ചെറിയ ലോജിക്കിന് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവ് ഒരു യൂസ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തതായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവിന് നമുക്കറിയത്തില്ല നമ്മളെ കൊണ്ടുള്ള പ്ലാൻ എന്താ, പർപ്പസ് എന്താ, ചെറുതായിരിക്കാം വലുതായിരിക്കാം, അത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ പ്രോബ്ലത്തിന് കൂടെ ഇരിക്കുന്ന കർത്താവാണ് നമ്മുടെ യേശുദാനെ. ഇനി ഞങ്ങൾക്ക് എനിക്ക് മീറ്റിംഗായിട്ട് എല്ലാവരെയും കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏതൊരു പ്രയാസങ്ങളെയും കൂടെ ഇരിക്കുന്ന കർത്താവാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ തരണം. അതിൻ്റെ വളരെ വാക്കുകളും അദ്ദേഹത്തിലേക്കാണ് അതിൻ്റെ പ്രസാദകരമായിരിക്കും. നമ്മുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ഇരിക്കുന്ന ഒരു കാലം ഒരിക്കലും ഉണ്ടാവുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും ഇരിക്കാൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതല്ല. അപ്പൊ എന്റെ ജീവിതത്തിലെ പ്രോബ്ലംസ് തന്നെ അവരൊക്കെ ചിലപ്പോൾ പ്രൊട്ടക്റ്റുകളൊക്കെ ചെയ്ത് കാണും. പക്ഷെ എനിക്ക് എന്നെ അറിയാം, ഞാൻ അങ്ങനെ അത്ര വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്റൻസിറ്റി കുറവാണ്, ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു ലൈഫ് ഒരാൾക്കും ഇല്ല. അപ്പം അത് ഫോർ എക്സാമ്പിൾ ദൈവത്തിന് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ഡേവിഡിന്റെ പ്രയാസങ്ങൾ ഇല്ലാത്തൊരു സമയമില്ലായിരുന്നു. ഏബ്രഹാം പ്രതിസന്ധികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ജീസസ് തന്നെ ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. പ്രോബ്ലംസ് ഇല്ലാത്തൊരു ലൈഫ് കൊടുക്കാൻ ഇല്ല, എല്ലാവരുടെയും ലൈഫിൽ. അപ്പൊ യേശുവിന്റെ ഏറ്റവും നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള ജീസസിന്റെ ലൈഫിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലാത്തൊരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കണ്ട. സോ പ്രോബ്ലം വിൽ ബി ദേർ. ഇനി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എന്റെ പ്രോബ്ലം വലുതായിട്ടും നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ വളരെ ചെറുതായിട്ട് തോന്നാം, അല്ലെ? അപ്പൊ റിച്ച് ആണെങ്കിലും ശരി, പൂർ ആണെങ്കിലും ശരി, ദൈവത്തിന്റെ ഫേവറേറ്റ് ആണെങ്കിലും ശരി, പ്രോബ്ലംസ് ഉണ്ട്. എന്റെ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നാം, നിങ്ങളുടെ പ്രോബ്ലം എനിക്ക് ചെറുതായിട്ട് തോന്നാം. പക്ഷെ എനിക്ക് എന്റെ പ്രോബ്ലം വലുത് തന്നെയാണ്. അത് ഡീൽ ചെയ്യാൻ എനിക്ക് വളരെ പ്രയാസമാണ്. ഈ സമയത്താണ് ഞാൻ തളർന്നു പോകുന്നത്, അല്ലെ? അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ മറന്നു, നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്, നമുക്ക് ഫാസ്റ്റ് മറന്നു, നമ്മളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചിലപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്ന് റിയലൈസ് ചെയ്ത് പോകും, ഇതിന്റെ വില എന്ന് മനസ്സിലാക്കണം. അതൊരു ചെറിയൊരു കഥയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു നല്ല കാറയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാറയിൽ ഒരു കല്ല് വന്ന് വീഴിയപ്പോൾ തെറ്റ് വന്നു. ഭയങ്കര ദേഷ്യപ്പെട്ട് അയാൾ ചെന്ന് നോക്കിയിട്ട് ഒരു കുഞ്ഞു കുറച്ചാണ് കല്ലിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, എന്തിനാ നീ എന്റെ കല്ലെടുത്തത്? ഇപ്പൊ ആ വണ്ടിക്ക് കേട്ട് മെക്കാനിക്കിനെ കാണിക്കുന്നത് പൈസ ആവത്തില്ല, എന്തോ ഇത് എനിക്ക് രാവിലെ ഓഫീസിൽ പോകുന്ന സമയമാണ്, ഞാൻ തിരക്കിലായിരുന്നു, നീ എന്തെങ്കിലും കാണിക്കുന്നു. അപ്പം ക്ഷമിക്കണം, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്റെ ബ്രദർ ഇവിടെ വീൽ ചെയറിൽ വന്നോണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവൻ അദ്ദേഹം താഴെ പോയി. അവനെ എടുത്ത് പൊക്കി എനിക്ക് ഇരുത്താൻ പറ്റുന്നില്ല. ഞാൻ കുറെ നേരമായിട്ട് കൈ കാണിക്കുമോ വണ്ടിക്ക്, പക്ഷെ ഒരു വണ്ടി പോലും നിർത്തുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കല്ലെറിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ചെന്നു, ആ മനുഷ്യനെ വീൽ ചെയറിലോട്ട് കയറ്റിയിരുത്തി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യാത്ര തുടർന്നു.
അതിനെ പറയാൻ ആ തെറ്റ് ഒരിക്കലും പറയാം നന്നാക്കിയില്ല. എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് നന്നാക്കുന്നില്ല? ഞാൻ പറഞ്ഞു അതെനിക്ക് മനസ്സിലാക്കാനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അത്രയും സ്പീഡിൽ പോകുമ്പോൾ ഞാൻ പലതും ശ്രദ്ധിക്കുന്നില്ല. ഇതെന്നെ ഓർമ്മപ്പെടുത്തും. എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ പ്രോബ്ലംസ് ആർ നോട്ട് ലൈക്ക് പ്രോബ്ലംസ്, ഇറ്റ്സ് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ വേണം ക്രിസ്ത്യാനി കാണുന്നത്. മൂന്ന് കാര്യങ്ങളോട് എങ്ങനെയാണ് പ്രോബ്ലംസിനെ നമുക്ക് അഭിമുഖീകരിക്കാം, ലൈക്ക് ഹൗ ടു കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിനെ കുറിച്ചാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ബിലീവ് ഇൻ ഗോഡ്. ബിലീവ് ഇൻ ഗോഡ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല ഒരു ഇഷ്ടം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് തോന്നും. പക്ഷേ ബിലീവ് ഇൻ ഗോഡ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് അല്ലേ? നമുക്കറിയാം ദൈവം ശക്തനാണെന്നും എല്ലാം, ദൈവം നമ്മളെ ഉണ്ടാക്കിയതാണ്, ദൈവം പവർഫുൾ ആണ്, ഇതൊന്നും ഒരു സംശയമേ ഇല്ല. പക്ഷേ നമുക്ക് നോക്കാം, ഈ ഡേവിഡിനും ജീസസിനും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് കരകയറിയത്, ഒരു ശക്തരാക്കിയത് എങ്ങനെയാണ് അവരെ? കാരണം ദൈവത്തിന്റെ കൃപയുണ്ടെന്നും ദൈവത്തിന് ഞാൻ ഫേവറേറ്റ് ആണെന്നും അവർ സ്വയം വിശ്വസിച്ചു. ആക്ച്വലി പറയാൻ ദൈവം എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിനെ വിശ്വസിക്കാമായിരുന്നോ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന്? കാരണം ഞാൻ തെറ്റ് ചെയ്ത ദൈവം ചിലപ്പോൾ ശിക്ഷിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കാമായിരുന്നത്. പക്ഷെ ഇങ്ങനെ ബിലീവ് ഓൾവേസ് ഗോഡ് ഐ ആം ഹിസ് ഫേവറേറ്റ്. എന്നെ ദൈവം രക്ഷിക്കും കാരണം ഞാൻ ദൈവത്തിന്റെ ഫേവറേറ്റ്. ആ ബിലീഫ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ധൈര്യം. ഈ പറയുന്ന എല്ലാവരുടെയും ധൈര്യമാണ്. ഞാൻ തെറ്റ് ചെയ്തു അങ്ങനെയല്ല, ഞാൻ പ്രവർത്തിച്ചു നന്നായത്, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അവരിങ്ങനെ നടന്നു പോകും, ജീവിതം അവരിങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് കാൽപ്പാടുകൾ കാണിക്കുന്നു. അപ്പൊ അതിനെല്ലാം 4 കാൽപ്പാടുകളാണ്. അപ്പം അവന് മനസ്സിലായി ദൈവം അവനെ കൂടെ ഒരുമിച്ച് നടക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 2 കാൽപ്പാടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവർക്ക് നോക്കിയപ്പോൾ ആ ഒരു സമയം നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയിലുള്ള ഒരു സമയമായിരുന്നു. അവന് വളരെയധികം വിഷമം തോന്നി. ഇതെന്ത് പറയുന്നത്? എന്റെ ജീവിതത്തിൽ സ്വന്തം സന്തോഷവും സമാധാനമുള്ള ഒരു സമയത്ത് 4 കാൽപ്പാടുകൾ, എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന 2 കാൽപ്പാടുകളായിട്ട് അർത്ഥം ദൈവത്തിന്റെ കൂടെ ഇല്ല എന്നാണ്. അപ്പൊ അദ്ദേഹം അവൻ ചോദിച്ചു ദൈവത്തോട്, എന്നാലും എന്റെ അവസരം, എന്റെ ആവശ്യ സമയത്ത് എന്റെ കൂടെ ഇരിക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പറയുകയാണ് ആ കാണുന്ന 2 കാൽപ്പാടുകൾ എന്റെയാണ്. നിന്റെ ആ സമയത്ത് ഞാൻ എടുത്ത് എന്റെ ചുമരിൽ വെച്ചിരിക്കുകയായിരുന്നു. അതെ, ദൈവത്തിൽ നമുക്ക് അത്യായിട്ട് വിശ്വസിക്കാം. ആ ദൈവം നമ്മളെ ആവശ്യ സമയത്ത് ഉപേക്ഷിക്കില്ല. 2, ആക്ഷൻ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. Ask and you will receive. Seek and you will seek and you will find. Knock and the door will be open to you. അപ്പം നോക്ക് ചെയ്യേണ്ട ജോലി ആരുടെയാ? നമ്മുടെ. സീക്ക് ചെയ്യേണ്ട ജോലി ആരുടെയാ? നമ്മുടെ. ആസ്ക് ചെയ്യേണ്ട ജോലി ആരുടെ? നമ്മുടെ. Then he will give it to you. So action is very important. അതുപോലെ ഒരു സ്ത്രീ ഇങ്ങനെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഫ്ലഡ് വന്നു, മുമ്പോട്ട് വളരെ ഗുഡ് ബിലീവറാണ്, ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആണ്, എല്ലാം ആണ്. അപ്പം അവര് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഫ്ലഡ്. അപ്പം അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ആദ്യം ഒരു വെള്ളം വന്നു. അപ്പം അവരോട് പോകാം, അവരോട് ഇല്ല ദൈവം എന്നെ ഒന്ന് രക്ഷിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഈ രക്ഷിക്കുന്ന ആളുകളെ രക്ഷാപ്രവർത്തകർ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി. 3 ഹെലികോപ്റ്റർ വന്നു, അവരെ വിളിച്ചു, നിങ്ങൾക്ക് കയറി പോകാം, കര കയറി പോകാൻ പറഞ്ഞു. അപ്പൊ അവരോട് ഇല്ല എന്റെ ദൈവം എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്ത് പറ്റി? അവസാനം അവർ മരിച്ചു. സമ്മതി ചെന്നപ്പോഴത്തേക്കും അവർ ചോദിച്ചു, എന്തുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കാൻ വന്നില്ല? ഞാൻ ഇത്രയും ചെയ്തില്ല ദൈവത്തിന്, ഞാൻ എന്തുകൊണ്ട് രക്ഷിക്കാൻ വന്നില്ല? ഞാൻ എത്ര ഫോമിൽ നിന്റെ മുമ്പിൽ വന്നു അല്ലെ? ആ വെള്ളത്തിൽ ഞാൻ വന്നു, രക്ഷാപ്രവർത്തകരുടെ രൂപത്തിൽ ഞാൻ വന്നു, ഹെലികോപ്റ്ററിന്റെ രൂപത്തിൽ വന്നു. പക്ഷെ നീ ആക്ട് ചെയ്തില്ല. യു ഷുഡ് ഓൾവേസ് ആക്ട് അല്ലെ? ഞാൻ ഓപ്പർച്യൂണിറ്റി യു ഷുഡ് ആക്ട്. ആ സമയത്ത് ഇല്ല ദൈവം വരട്ടെ, അങ്ങനെയല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയും നമുക്ക് ദൈവത്തിന്റെ രൂപമായിരിക്കണം. നമുക്ക് അവരോട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അവരിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് കൂടെ ചെയ്യുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആക്ഷൻ. മൂന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിന് മൂന്ന് വാക്ക് BAG, ബാഗ് ഓർഡറാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് we should be grateful for what God has given. ഇത് നമ്മൾ വാട്സാപ്പിൽ പലപോലെ കേൾക്കുന്നത്. ഒരു ഹെലികോപ്റ്ററിൽ പോകുന്ന ഒരു റോയൽസ് വണ്ടിയിൽ പോകുന്ന ഒരാൾ പറയാണ് എനിക്ക് ഹെലികോപ്റ്ററിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെഡാനിൽ പോകുന്ന ഒരു വണ്ടിയിലൊന്നും പറയുകയാണെങ്കിൽ എനിക്ക് റോൾസ് റോയ്സ് ഇല്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബൈക്കിൽ പോകുന്ന വെച്ചാൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നടന്നു പോകുന്ന ബസ്സിൽ പോകുന്നതെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നടന്നു പോകുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് ബസ്സിൽ കയറാനുള്ള കാശ് ഉണ്ടായിരുന്നേ പോകാനും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കാണുന്നുണ്ടാവും ക്രിപ്പലായിട്ട് നടക്കാൻ വയ്യാത്തൊരാളെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ദിസ്.
അല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ വളരെ വളരെ ഒരു കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലെ ദൈവം തന്നിരിക്കുന്ന ഓരോ ബോഡി പാർട്സിന്റെ വില നമുക്ക് മനസ്സിലാവുക നമ്മുടെ കയ്യിൽ അകന്നു പോകുമ്പോഴാണ്. അപ്പോൾ അകന്നു പോയി കഴിഞ്ഞിട്ട് അതിന്റെ നന്മ മനസ്സിലാക്കാതെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ബിലീവ് that our God will not leave. അത് ആ ചെറിയ കാര്യമല്ല, ബിലീവ് ഏറ്റവും വലിയ കാര്യം. പ്രയർ, ഫൈനലി പ്രയർ. ബിലീവ്, then action, gratitude, and all this combined in your prayer. ഒരു മനുഷ്യന് പ്രോബ്ലം രാവിലെ എല്ലാ ദിവസവും നമ്മൾ ഓഫീസിലോട്ട് പോകുമ്പോൾ മിക്കവാറും 8 മണിക്കുള്ള ട്രെയിൻ പിടിക്കണം, 8:10 ട്രെയിൻ, ഓരോ മിനിറ്റിന്റെ വില അറിയാവുന്നല്ലോ മൊബൈൽക്കാരെ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പിടിക്കാൻ ഇതിൽ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ മീറ്റിംഗ് നടക്കുന്ന നമുക്ക് ഒരു മിനിറ്റ് പോലും ലേറ്റ് ആകാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ നമ്മൾ സാഹചര്യം ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ഓഫീസിലോട്ട് പോകുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ 5 മിനിറ്റ് ചെയ്ത് 10 മിനിറ്റ് 15 മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആവുന്ന പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എങ്കിൽ ബെറ്റർ ഫസ്റ്റ് യു പ്രേ ദെൻ യു ലീവ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു കാര്യം കാണാൻ സാധിക്കും. ഫൈനലി നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ആ പറയുന്നത് വെറുതെയല്ല, കാരണം എന്റെ ടെസ്റ്റിമണി മൈറ്റ് നോട്ട് ഹെൽപ് യു, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിമണി വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. അതുകൊണ്ട് ദൈവത്തെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നന്മകൾ നമ്മൾ ആ സമയത്ത് അക്നോളജ് ചെയ്ത് കാണുന്നത്. സോ വൺ എക്സസൈസ് വി ക്യാൻ ഡു എവറി ഡേയ്സ്. ഓരോ ദിവസം ഡെയിലി തരുന്ന നന്മ ജസ്റ്റ് വാട്സാപ്പിലോ എവിടെയെങ്കിലും നിങ്ങളുടെ തന്നെ നമ്മുടെ ഓൺ പേഴ്സണൽ വാട്സാപ്പ് ഗ്രൂപ്പ് വാട്സാപ്പ് നമ്പർ അത് ഓൺലൈനായിട്ട് നമ്മൾ ചുമ്മാ നോക്കി നോക്കി ചില സ്പെഷ്യൽ ഒക്കേഷൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് അത് പിന്നെ നോക്കുമ്പോൾ ഈ പ്രയാസത്തിന് ദൈവം രക്ഷിക്കും, നമുക്ക് അടുത്തതിലും ദൈവത്തെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ഈ ഒരു എക്സസൈസ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യും.